നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ഇന്ത്യൻ ഭരണഘടനാ പട്ടികകൾ, ലിസ്റ്റുകൾ, ഭരണഘടനാ ഭേദഗതികൾ. അപ്പോൾ ആദ്യം വരുന്നത് പട്ടികകൾ, ഷെഡ്യൂൾസ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 12 പട്ടികകളാണ് ഭരണഘടനയിൽ ഉള്ളത്. അപ്പോൾ ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 പട്ടികകളും എന്നാൽ ഇപ്പോൾ 12 പട്ടികകളുമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. 4 പട്ടികകൾ പിന്നീട് ഇന്ത്യൻ ഭരണഘടനയിൽ വന്നത് ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ്. അപ്പോൾ അത് ഏതൊക്കെ ഭേദഗതികളാണെന്നാണ്. 1951 ഒന്നാം ഭേദഗതി വഴിയാണ് 9ാം പട്ടിക കൂട്ടിച്ചേർത്തത്. 1951 ഒന്നാം ഭേദഗതി വഴിയാണ് 9ാം പട്ടിക കൂട്ടിച്ചേർത്തത്. 1985 52ാം ഭേദഗതി വഴിയാണ് 10ാം പട്ടിക കൂട്ടിച്ചേർത്തത്. 1992 73ാം ഭേദഗതി വഴിയാണ് 11ാം പട്ടിക കൂട്ടിച്ചേർത്തത്. 1992 74ാം ഭേദഗതി വഴിയാണ് 12ാം പട്ടിക കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഒന്നാം ഭേദഗതി വഴിയാണ് 9ാം പട്ടിക കൂട്ടിച്ചേർത്തത്. 52ാം ഭേദഗതി വഴിയാണ് 10ാം പട്ടിക കൂട്ടിച്ചേർത്തത്. 73ാം ഭേദഗതി വഴിയാണ് 11ാം പട്ടിക കൂട്ടിച്ചേർത്തത്. 74ാം ഭേദഗതി വഴിയാണ് 12ാം പട്ടിക കൂട്ടിച്ചേർത്തത്. ഇനി വരുന്നത് ഒന്നാം ഷെഡ്യൂളാണ്. അപ്പോൾ ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഒന്നാം ഷെഡ്യൂൾ. അപ്പോൾ ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. അടുത്തത് രണ്ടാം ഷെഡ്യൂൾ. രാഷ്ട്രപതി, ഗവർണർമാർ, ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, രാജ്യസഭാ ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, സംസ്ഥാന നിയമസഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിൽ ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നിവരുടെ ശമ്പളം, വേതനം തുടങ്ങിയവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് രണ്ടാം ഷെഡ്യൂൾ. മൂന്നാം ഷെഡ്യൂൾ വരുന്നത് സത്യപ്രതിജ്ഞകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സത്യപ്രതിജ്ഞകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മൂന്നാം ഷെഡ്യൂൾ. നാലാം ഷെഡ്യൂൾ ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിലുള്ള സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. രാജ്യസഭയിലുള്ള സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നാലാം ഷെഡ്യൂൾ. അഞ്ചാം ഷെഡ്യൂൾ പട്ടിക പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്രവർഗങ്ങളുടെയും ഭരണ നിയന്ത്രണം സംബന്ധിച്ച വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പട്ടിക പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്രവർഗങ്ങളുടെയും ഭരണം. അടുത്തത് ആറാം ഷെഡ്യൂൾ. ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണം സംബന്ധിച്ച വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അടുത്തത് ഏഴാം ഷെഡ്യൂൾ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നീ 3 ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നീ 3 ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂളാണ് ഏഴാം ഷെഡ്യൂൾ. അടുത്തത് എട്ടാം ഷെഡ്യൂൾ. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള 22 ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എട്ടാം ഷെഡ്യൂൾ. ഇനി വരുന്നത് 9ാം ഷെഡ്യൂളാണ്. ഇത് വരുന്നത് ഫസ്റ്റ് അമെൻമെൻറ്റിൽ വരുന്നതാണ്. ഭൂപരിഷ്കരണം, സംസ്ഥാനങ്ങളുടെ പ്രത്യേക തരം നിയമങ്ങൾ എന്നിവയാണ് 9ാം ഷെഡ്യൂളിൽ വരുന്നത്. 10ാം ഷെഡ്യൂള് കൂറുമാറ്റ നിരോധന നിയമം, ആൻറ്റി ഡിഫെക്ഷൻ ലോയാണ് 10ാം ഷെഡ്യൂളിൽ വരുന്നത്. 11ാം ഷെഡ്യൂൾ പഞ്ചായത്ത് രാജ് നിയമം. 12ാം ഷെഡ്യൂള് മുനിസിപ്പാലിറ്റിയുടെ അധികാരപരിധിയിൽ വരുന്ന 18 ഇനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ 11ാം ഷെഡ്യൂളിൽ വരുന്നത് പഞ്ചായത്തുകളുടെ അധികാരപരിധിയിൽ വരുന്ന 29 ഇനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 12ാം ഷെഡ്യൂള് മുനിസിപ്പാലിറ്റിയുടെ അധികാരപരിധിയിൽ വരുന്ന 18 ഇനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അടുത്തത് ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകൾ വരുന്നത് ആസാമീസ്, ബംഗാളി, ബോഡോ, ഡോഗ്രി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, കൊങ്കിണി, മൈഥിലി, മലയാളം, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, സംസ്കൃതം, സന്താളി, സിന്ധി, തമിഴ്, തെലുങ്ക്, ഉറുദു.
ഇനി വരുന്നത് ഭരണഘടനാ ലിസ്റ്റുകൾ. ഭരണഘടനയുടെ 7-ാം പട്ടികയിലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ 7-ാം പട്ടികയിലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അനുച്ഛേദം 246-ലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 246-ലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി വരുന്നത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3 തരം ലിസ്റ്റുകളാണുള്ളത്. യൂണിയൻ ലിസ്റ്റ്, ലിസ്റ്റ് 1, സ്റ്റേറ്റ് ലിസ്റ്റ്, ലിസ്റ്റ് 2, കൺകറൻറ്റ് ലിസ്റ്റ്, ലിസ്റ്റ് 3. യൂണിയൻ ലിസ്റ്റിൽ ഇപ്പോൾ 100 വിഷയങ്ങളാണുള്ളത്. തുടക്കത്തിൽ 97 ആയിരുന്നു. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ നിലവിലുള്ളത് 100 വിഷയങ്ങളാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ 61 വിഷയങ്ങളാണുള്ളത്. തുടക്കത്തിൽ 66 ആയിരുന്നു. കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത് ഇപ്പോൾ 52 വിഷയങ്ങളാണ്. യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കുന്ന പാർലമെൻറ്റിനാണ് അധികാരം. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ സംസ്ഥാനങ്ങൾക്കും, അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ്. കൺകറൻറ്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ പാർലമെൻറ്റിനും സംസ്ഥാനത്തിനും തുല്യ അധികാരം നൽകിയിരിക്കുന്നു. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് പാർലമെൻറ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് സംസ്ഥാനങ്ങൾ, കൺകറൻറ്റ് ലിസ്റ്റ് വരുമ്പോൾ പാർലമെൻറ്റിനും സംസ്ഥാനങ്ങൾക്കും തുല്യ അധികാരം. ഇനി ഈ 3 ലിസ്റ്റുകളിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത കാര്യങ്ങൾക്ക് നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. പാർലമെൻറ്റിൻ്റെ ഈ അധികാരത്തെയാണ് അവശിഷ്ടാധികാരം എന്ന് പറയുന്നത്. 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 5 വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായി. അപ്പോൾ 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി, ഇത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. 5 വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റുകയുണ്ടായി. അന്ന് മാറ്റിയത് വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം എന്നിവ 42-ാം ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റുകയുണ്ടായി. പ്രധാന യൂണിയൻ ലിസ്റ്റുകൾ പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, തപാൽ, ടെലിഫോൺ, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്, ലോട്ടറി, സെൻസസ്, കസ്റ്റംസ്, കോർപ്പറേഷൻ നികുതി, വരുമാന നികുതി. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാന കാര്യങ്ങൾ പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, തപാൽ, ടെലിഫോൺ, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്, ലോട്ടറി, സെൻസസ്, കസ്റ്റംസ്, കോർപ്പറേഷൻ നികുതി, വരുമാന നികുതി. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാന കാര്യങ്ങൾ ക്രമസമാധാനം, പോലീസ്, ജയിൽ, തദ്ദേശ ഭരണം, പൊതുജനാരോഗ്യം, കൃഷി, പന്തയം, കാർഷികാദായ നികുതി, ഭൂനികുതി, കെട്ടിട നികുതി, ഫിഷറീസ്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ക്രമസമാധാനം, പോലീസ്, ജയിൽ, തദ്ദേശ ഭരണം, പൊതുജനാരോഗ്യം, കൃഷി, പന്തയം, കാർഷികാദായ നികുതി, ഭൂനികുതി, കെട്ടിട നികുതി, ഫിഷറീസ്. ഇനി വരുന്നത് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് വിദ്യാഭ്യാസം, ഇലക്ട്രിസിറ്റി, വനം. വിദ്യാഭ്യാസം, ഇലക്ട്രിസിറ്റി, വനം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും, വില നിയന്ത്രണം, നീതിന്യായ ഭരണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള നീതിന്യായ ഭരണം, സാമ്പത്തികവും സാമൂഹികമായ ആസൂത്രണം, വിവാഹവും വിവാഹമോചനവും, ക്രിമിനൽ നിയമങ്ങൾ.